ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ ടോപ്പിക് ട്രേഡിംഗ് അക്കൗണ്ട് ആണ്. ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാം. ക്വസ്റ്റ്യൻ വായിക്കാം. പ്രിപ്പയർ ട്രേഡിംഗ് അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡ് 31st March 2023. സ്റ്റോക്ക് ഓൺ 1st April 2022 4000. അപ്പോൾ ഫസ്റ്റ് ഇതിവിടെ തന്നിരിക്കുന്നത് ഓപ്പണിംഗ് സ്റ്റോക്കാണ് തന്നിരിക്കുന്നത്. നമ്മളെടുത്ത് ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് 31st മാർച്ചിലോട്ടാണ്. 31st March 2023 ആണ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന April 2022 എന്ന് പറയുന്നത് എന്തായിരിക്കും? ഓപ്പണിംഗ് സ്റ്റോക്ക് ആയിരിക്കും. ഓക്കെ, ഓപ്പണിംഗ് സ്റ്റോക്ക് 4000 തന്നിട്ടുണ്ട്. പർച്ചേസസ് എന്ന് പറഞ്ഞിട്ട് താഴെ ക്യാഷ് പർച്ചേസും ക്രെഡിറ്റ് പർച്ചേസും തന്നിട്ടുണ്ട്. അതായത് അവർ പൈസ കൊടുത്തിട്ടും പർച്ചേസ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ കടത്തിനും വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ 20,000 ആണ് ക്യാഷ് പർച്ചേസ്, ക്രെഡിറ്റ് പർച്ചേസ് 50,000 ആണ്. അടുത്തത് എന്താ തന്നിരിക്കുന്നത്? സെയിൽസ് തന്നിട്ടുണ്ട്, ക്യാഷ് സെയിലും തന്നിട്ടുണ്ട്, ക്രെഡിറ്റ് സെയിലും തന്നിട്ടുണ്ട്. പർച്ചേസ് പോലെ തന്നെ സെയിൽസും ക്യാഷിനും ക്രെഡിറ്റിനും നടത്തിയിട്ടുണ്ട്. ഓക്കെ, അടുത്തത് സ്റ്റോക്ക് ഓൺ 31st March 2023, അതായത് ക്ലോസിംഗ് സ്റ്റോക്ക് തന്നിട്ടുണ്ട് അവർ. അതായത് ഓപ്പണിംഗ് സ്റ്റോക്ക് ആണ് 1st April 2022, ക്ലോസിംഗ് സ്റ്റോക്ക് ആണ് 31/3/23. ഇത്രയും കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ക്ലോസിംഗ് സ്റ്റോക്കും ഓപ്പണിംഗ് സ്റ്റോക്കും പർച്ചേസും സെയിൽസും തന്നിട്ടുണ്ട്. ട്രേഡിംഗ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. ഇനി ഇതൊക്കെ എവിടെ വരും എന്നുള്ളത് നമ്മൾ ഓൾറെഡി തിയറിയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ താഴെ ലിങ്ക് കൊടുക്കാം, അതൊന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ ജസ്റ്റ് ഇവിടെ ഒന്ന് നോട്ട് ചെയ്യാം ക്വസ്റ്റ്യനിൽ തന്നെ. ഇത് ഡെബിറ്റിലാണ് വരുന്നത് ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസും ഡെബിറ്റിലാണ് വരുന്നത്, സെയിൽസിന് ക്രെഡിറ്റിലാണ് വരുന്നത് ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ, ക്ലോസിംഗ് സ്റ്റോക്ക് ക്രെഡിറ്റിലാണ് വരുന്നത്. ഇത്രയേ ഉള്ളൂ സംഭവം. ഇനി ഇത് പോസ്റ്റ് ചെയ്യാം. ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ് ഇവിടെ വരച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് ട്രേഡിംഗ് അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡഡ് 31st March 2023 നമ്മൾ വരയ്ക്കുന്നത്. ഇനി നമുക്കിവിടെ തന്നിരിക്കുന്ന ഇൻഫോർമേഷൻസ് ഇവിടെ നമുക്ക് പോസ്റ്റ് ചെയ്യാം. എന്താണ് ഫസ്റ്റ് വൺ? ഓപ്പണിംഗ് സ്റ്റോക്ക്. അത് ഡെബിറ്റ് ചെയ്യണം. ടു ഓപ്പണിംഗ് സ്റ്റോക്ക് 4000. അടുത്തത് എന്താ? പർച്ചേസ്, ക്യാഷ് പർച്ചേസും ക്രെഡിറ്റ് പർച്ചേസും തന്നിട്ടുണ്ട്. ടു പർച്ചേസ് എന്ന് കൊടുക്കുക, എന്നിട്ട് സെമിക്കോളിനിട്ട് താഴെ ക്യാഷ് ക്രെഡിറ്റ്. ക്യാഷ് എത്ര തന്നിരിക്കുന്നത്? ക്യാഷ് 20,000ഉം ക്രെഡിറ്റ് 50,000 ആണ്. അപ്പം അതവിടെ നോട്ട് ചെയ്യുക. 20,000 50,000 ടോട്ടല് 70,000 വരും. അടുത്തത് എന്താ? സെയിൽസ്. അതുപോലെ ക്യാഷും ക്രെഡിറ്റും തന്നിട്ടുണ്ട്, നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. ഇപ്പോൾ ബൈ സെയിൽസ് എന്ന് എഴുതുക, സെമിക്കോളിനിടുക, താഴെ ക്യാഷ് ക്രെഡിറ്റ്. സെയിൽസ് എത്ര തന്നിരിക്കുന്നത്? 20,000. ക്യാഷ് സെയിൽസ് 20,000ഉം ക്രെഡിറ്റ് സെയിൽസ് 50,000ഉം. അപ്പം അത് കൊടുക്കാം ഇവിടെ 80,000. ഓക്കെ, ഇപ്പോൾ സെയിൽസും കൊടുത്തു. ലാസ്റ്റ് എന്താ? ക്ലോസിംഗ് സ്റ്റോക്ക് തന്നിട്ടുണ്ട്. ക്രെഡിറ്റിലോട്ടാണ് എഴുതേണ്ടത്. 6,000 ആണ്. ബൈ ക്ലോസിംഗ് സ്റ്റോക്ക് 6,000. 86,000 ടോട്ടൽ ഫിഗർ ക്രെഡിറ്റിലാണ് കൂടുതൽ വരുന്നത്. ഇപ്പോൾ ക്രെഡിറ്റിലാണ് കൂടുതൽ വരുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്നത് ഗ്രോസ് പ്രോഫിറ്റ് ആയിരിക്കും. ഇവിടെ 74,000 ഉള്ളൂ. അപ്പോൾ 86ന്ന് 74 മൈനസ് ചെയ്യുക, 8,000 ആയിരിക്കും ഗ്രോസ് പ്രോഫിറ്റ് വരുന്നത്. ക്രെഡിറ്റ് ആണ് കൂടുതലെങ്കിൽ നമുക്ക് വരുന്നത് ഗ്രോസ് പ്രോഫിറ്റ് ആയിരിക്കും. ഡെബിറ്റ് ആണ് കൂടുതലെങ്കിൽ നമുക്ക് വരുന്നത് ഗ്രോസ് ലോസ് ആയിരിക്കും. അത് ഓർത്ത് വയ്ക്കുക. ഇത്രയുള്ള ആൻസർ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക്